ഹായ്, നമുക്കേ ഈ കീസ് കൊണ്ട് നമുക്ക് നല്ലൊരു മാരിഗോൾഡ്, അതായത് മല്ലിക പൂ ഉണ്ടാക്കാം കേട്ടോ. 2 കളറിൽ ഉണ്ടാക്കാം, ഒരു കളറിലും ഉണ്ടാക്കാം. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് 2 കളറിലാണ്. അത് നമുക്കതാ കീസ്, നമ്മൾ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആ കീസ് മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് നമുക്ക് കുറച്ച് വെട്ടിയെടുക്കുക. ഞാൻ ഈ ഒരു വീതിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ലെവലാക്കിയിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് നിർത്തിയതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കണം. പകുതി മുറിച്ചെടുക്കുക. 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ലെയറിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം തരം പൂവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 4 ലെയർ വെള്ളയും വേറെ കളറ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 8 ലെയറുണ്ട്. 2 കളർ ഉപയോഗിക്കുന്നതുകൊണ്ട് 8 കളറുണ്ട്. അല്ല, 8 ലെയറുണ്ട്, കളറല്ല, 8 ലെയർ. അപ്പോൾ ഈ വെള്ള 4 ലെയറാണ് എടുത്തിരിക്കുന്നത്, 4 പീസ്. ഓക്കെ, അതുപോലെ ഞാൻ ബ്ലൂ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ട് ബ്ലൂ ഇതുപോലെ ഒന്ന് വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. വലുപ്പത്തിന് വ്യത്യാസം ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏത് കളറാണ് നമുക്ക് മുകളിൽ വരേണ്ടത് ആ കളറ് മുകളിൽ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ മടക്കി കൊടുക്കുക. താഴക്കും മുളക്കും താഴക്കും മുളക്കും. അത് നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് മനസ്സിലാവും. അതുപോലെ ചെറുതാക്കി മടക്കി നിർത്തുമ്പോൾ അങ്ങനെ അപ്പുറം ഇപ്പുറം അങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ മടക്കിയെടുക്കുക. അങ്ങനെ ഫുള്ള് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കമ്പി കഷ്ണമാണ്. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ലാസ്റ്റൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കാനെന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് കമ്പി കഷ്ണമാണ്. അതിൻ്റെ തല ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഒത്ത നടുവിലൊന്ന് വെച്ച് കൊടുത്തിട്ട് 2 ഭാഗം സെയിം ആയിട്ട് വരണം, ഒരേപോലെ. എന്നിട്ട് ഇതൊന്ന് റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ അവിടെ കെട്ട് ചെയ്തിട്ടോ, കെട്ടി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് റൗണ്ടാക്കി എടുക്കുക. കുറച്ച് ലൂസ് പിടിക്കണം, എന്നാൽ ഊരിപ്പോരും ചെയ്യരുത്. എന്നിട്ടത് മൊത്തം ഒന്ന് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ശേഷം ഒന്ന് പിരിച്ച് ആ കമ്പി ഒന്ന് പിരിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഇതിന് ക്ഷമയാണ് കേട്ടോ. ആദ്യം വേണ്ടത് ക്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. കാരണം സാവധാനം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണത്. എന്നാൽ നമുക്ക് നല്ല നല്ല ഫ്ലവറുകളും എന്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഓരോ ലെയറും നമുക്കതിന് വേർതിരിച്ചെടുക്കണം. ഓക്കെ, ഓരോ ലെയറ് നമ്മൾ 8 ലെയറല്ലേ മൊത്തത്തിൽ, ആ 8 ലെയറും ഇതേപോലെ ഓരോന്നോരോന്നും വേർത്തെടുത്ത് മുകൾക്ക് പൊന്തിച്ച് വെക്കുക. 2 ഭാഗത്തും ഉണ്ടാവും കേട്ടോ. 2 ഭാഗത്തും എടുക്കണം. കാരണം നടുമടക്കിൽ നമ്മൾ വെച്ചത്. അപ്പോൾ 2 ഭാഗങ്ങളുണ്ടല്ലോ, ആ 2 ഭാഗത്തും പൊന്തിച്ച് ആ നടുക്ക് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാതും ഒന്ന് പൊന്തിച്ച് കൊടുക്കുക. അങ്ങനെ ഏതാണ്ടൊക്കെ മടക്കി തീർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെയിൽ വന്നു. ഞാൻ പുറത്തിരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നിട്ടോ. അപ്പോൾ അതാ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ, അതായത് കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക.
ഒന്ന് വെട്ടിങ്ങാണ്ട് കൂടുതൽ വെട്ടണ്ട, നമുക്ക് ബാക്കി ലൈറ്റർ കത്തിച്ചാൽ നമുക്ക് ലെവലാക്കി എടുക്കാണ്ട്. അപ്പോൾ കൂടുതൽ ലൈറ്റർ ഉരുക്കിയാലും ഭംഗി കിട്ടൂല, ചെറുതായിട്ടൊന്ന് ഉരുക്കാം. നല്ല വെയിലവിടെ വന്ന് കേട്ടോ. നമുക്കതാ ഒക്കെ ഒന്ന് ലൈറ്റർ കത്തിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആ വെട്ടിയ ഒരു പാട് അറിയാതിരിക്കാനും ഒന്നും കണ്ട് ലെവലായി നിൽക്കാനും ലൈറ്റർ കൊണ്ട് ഒന്നൊന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഭംഗി വേറെ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ മൊത്തതാ ലൈറ്റർ കൊണ്ടൊന്ന് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക, ഒന്ന് ലെവലാക്കി കൊടുക്കുക ഒക്കെ ഒന്ന്. എന്നിട്ട് വീണ്ടും ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുക. ഇനി അതിൻ്റെ കമ്പി നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പീസ് കഷ്ണം എടുത്തിട്ട് ഒന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് ആ കമ്പി ഒന്ന് ഇതാക്കി കൊടുക്കുക, ചുറ്റി കൊടുക്കുക. എന്നിട്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഉരുക്കി കൊടുത്താൽ അതവിടെ നിന്നോളും. ഒന്ന് ഉരുക്കി കൊടുത്താൽ അതവിടെ നിൽക്കും കേട്ടോ. ഒന്ന് ലെവലായി ഇല്ലാതെ മൊത്തത്തിലൊന്ന് ഉരുക്കി കൊടുക്കുക. അപ്പം നല്ലോണം അവിടെ പിടിച്ച് നിന്നോളും. വേണ്ട, നല്ല ഭംഗിയില്ലേ. ഏതാ ഒറ്റ കളറിൽ ഞാൻ കുറേ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. 2 കളറിലും ഉണ്ട് ഇടയിൽ. അങ്ങനെ ഇനി നമുക്കത് ഞാൻ ഗ്ലാസ് എടുത്തിട്ടുള്ളത്, അതിൽ കുറച്ച് തെർമാക്കോളിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്. അതിൽ നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിലേക്ക് അമ്മക്ക് തന്നെ ഉണ്ടാക്കാം. വേണ്ടവർക്കൊന്ന് അയച്ചു തരും ചെയ്യും കേട്ടോ. കുറഞ്ഞ വിലയുള്ളൂ, കുറഞ്ഞ പൈസക്ക് നമുക്കിത് വാങ്ങാം. ഓക്കെ. അപ്പോൾ എന്താ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കേട്ടോ. ഇതുപോലെ നല്ല വെറൈറ്റി ക്രാഫ്റ്റുകൾ നമുക്ക് കാണാം. നല്ല ഭംഗിയല്ലേ. ഇതുപോലെ ഒരു മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. താങ്ക് യു.